അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമിലെ അത്ഭുതകരമായൊരു ആയത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ആയത്തിൻ്റെ സവിശേഷത എന്താണെന്നറിയോ? ഇത് കാണാതെ പഠിച്ചു വെച്ചോ, തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന മാസ്മരികമായ അത്ഭുത ഫലങ്ങളുള്ള ഒരു ആയത്താണ്. രഹസ്യങ്ങളുടെ കലവറയാണ് ഈ ആയത്ത്. ഈ ആയത്ത് രോഗങ്ങൾ സുഖപ്പെടാനും അതുപോലെ തന്നെ ആഫത്തുകളെ തടയാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമുക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും കടങ്ങൾ വീടാനൊക്കെ കാരണമാകും. കാരണം ഈ ആയത്തിൽ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുണ്ട്, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ചില സവിശേഷതകളുണ്ട്. ഈ ആയത്ത് അത്രമേൽ പവിത്രമേറിയത് കൊണ്ടാണ്. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്, ഏതാണ് ഈ ആയത്ത്, എന്താണ് ആ സൂറത്തിൻ്റെ മഹത്വം, എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. ഒരൊറ്റ വരിയേ ഉള്ളൂ ആയത്ത്, ഒരു വരിയുടെ പകുതി മാത്രം. നമുക്ക് ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് പഠിക്കാം. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമുക്കത് പകർത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു വലിയ മഹാന് അവരുടെ പ്രിയപ്പെട്ട മകള് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. 2 വയസ്സുള്ള മോളാണ്. അങ്ങനെ ഒരിക്കൽ ആ മോളെ സ്വപ്നത്തിൽ കാണണം. സ്വപ്നത്തിൽ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, സ്വപ്നത്തിൽ കാണുമ്പോൾ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2 വയസ്സുള്ള മകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഖുർആൻ പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഖുർആൻ ഓതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ 2 വയസ്സുള്ള മോള് മറുപടി പറഞ്ഞത്, അത് ധാരാളം ഖബറുകളിൽ നിന്ന് ഞാൻ ഖുർആൻ ഓതുന്നത് കേൾക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ ഒരു സംഭവം തഫ്സീർ റൂഹുൽ ബയാനിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ ഈ രൂപത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ ആയത്ത് യഥാർത്ഥത്തിൽ സൂറത്തുൽ മുൽക്കിലെ ഒരായത്താണ്. സൂറത്തുൽ മുൽക്ക് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ മുൽക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഖുർആനിൽ 30 വാക്യങ്ങൾ മാത്രമുള്ളൊരു സൂറത്തുണ്ട്. അത് ഓതുന്നവന് വേണ്ടി ആ സൂറത്ത് സ്വർഗത്തിലെത്തുന്നത് വരെ വാദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സൂറത്തിന് ആ രൂപത്തിലുള്ള അർത്ഥം വരുന്നൊരു പേര് കൂടെയുണ്ട്. തബാറക്ക എന്നല്ലാതെ സൂറത്തുൽ മുൽക്ക് എന്നല്ലാതെ മറ്റൊരു പേരും കൂടെയുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ തിരിഞ്ഞവരെ ഒന്ന് താഴെ എഴുതി അറിയിക്കണം പേര്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാളോട് ചോദിച്ചു, നിനക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്. അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ, നീ തബാറക്ക് ഓതുകയും അത് മനഃപ്പാടമാക്കുകയും ചെയ്യുക, നിൻ്റെ എല്ലാ മക്കൾക്കും വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കും അയൽക്കാർക്കുമൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുക. അത് ഓതുന്നവർക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ സന്നിധിയിൽ വാദിക്കുന്നതാണത്. നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നതാണ്. അവർ അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓതുന്നവന് അള്ളാഹു ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് മോചിപ്പിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഡെയിലി തബാറക്ക് ഓതുന്നവരുണ്ടെങ്കിൽ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. നമ്മുടെ മജ്ലിസിൽ വെച്ച് നമ്മൾ ഇന്ന് ഓതാറുണ്ട്. സൂറത്തുൽ മുൽക്ക് യഥാർത്ഥത്തിൽ വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു സൂറത്താണ്. അതിലുള്ള ഓരോ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സൂറത്തുൽ മുൽക്ക് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഓതുന്നത് പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഖബറിൻ്റെ ഇരുളറയിലുള്ള ശിക്ഷയെ തൊട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ ഖബറിലേക്ക് അയാളുടെ തലയുടെ ഭാഗത്തിലൂടെ മലക്ക് ചെല്ലും. അപ്പോൾ അവിടുന്ന് പറയും, എൻ്റെ തല സൂറത്തുൽ മുൽക്ക് ഓതാൻ ഉപയോഗിച്ച തലയാണ്, ഇവിടെ നിനക്ക് പ്രവേശനമില്ല എന്ന്. അപ്പോൾ പിന്നെ ഖബറിലേക്ക് അതേപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തിലൂടെ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ കാലുകൾ സൂറത്തുൽ മുൽക്ക് ഓതി നിസ്കരിച്ചിരുന്ന കാലുകളാണ്, അതിനാൽ ഇതിലൂടെയും പ്രവേശനമില്ല എന്ന് പറയും. അപ്പോൾ ആ മലക്ക് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കും. സൂറത്തുൽ മുൽക്ക് ഹൃദ്യസ്ഥമാക്കിയ മനഃപ്പാടമാക്കിയ എൻ്റെ ഉള്ളിലേക്ക് നിനക്ക് പ്രവേശനമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന അധ്യായമാണ്.
അത് രക്ഷകനാണ്, അത് ഓതുന്നവരെ ഖബറിലെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തും. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. അപ്പോൾ നോക്കൂ, സൂറത്തുൽ മുൽക്കിൻ്റെ ഒരു പവിത്രതയാണ് നമ്മൾ ഈ പറഞ്ഞത്. സൂറത്തുൽ മുൽക്ക് ഓതുന്നവർക്ക് ഖബറിലേക്ക് ശിക്ഷ ലഭിക്കില്ല എന്നാണ്. അത് തലയുടെ ഭാഗത്തിലൂടെ വരുമ്പോൾ അവിടെ തടയും, കാലിൻ്റെ ഭാഗത്തിലൂടെ വരുമ്പോൾ തടയും, ബാക്കിയുള്ള ഭാഗത്തിലൂടെ വരുമ്പോൾ ഇത് മനപ്പാടുള്ള ആളാണ്, ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്താ പവർ നോക്ക്! കാണാതെ അറിയുന്നവരുണ്ടോ? സ്ഥിരം ഓതുന്നവർ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാണാതെ അറിയാം. ജാബിറുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സൂറത്തുൽ മുൽക്ക് ഓതാതെ ഒരു രാത്രി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൽ വെറും 30 ആയത്ത് മാത്രമാണുള്ളത്. അതോതുന്നവരെ ശുപാർശ ചെയ്ത് നരകശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് ആ സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന്. നമ്മളെക്കുറിച്ച് അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കും പറയാൻ പറ്റുമോ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് എന്ന്? അങ്ങനെ ചെയ്യാതെ ഉറങ്ങാറില്ല എന്നുള്ളതില്ല. ഇനി നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തബാറക സൂറത്ത് എല്ലാ വിശ്വാസികളുടെ ഹൃദയത്തിലും സൂക്ഷിക്കാൻ ഞാൻ കൊതിച്ചുപോയി. അപ്പോൾ നമ്മളത് മനപ്പാടം പഠിക്കണ്ടേ? നബിതങ്ങളുടെ ഒരു ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ മുൽക്ക് മനപ്പാടം പഠിക്കുക എന്നുള്ളതല്ലേ, നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, തബാറക സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ ഖിയാമത്ത് നാളിൽ അയാൾ മലക്കുകളുടെ ചിറകിന്മേലാണ് വരിക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖം പോലെ വളരെ സൗന്ദര്യമുള്ള മുഖമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സ്വഹാബി ഒരു യാത്രയിൽ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ടെൻ്റടിച്ച് കെട്ടിയത്, തമ്പടിച്ചത് ഒരു ഖബറിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ ആ ഖബറിൻ്റെ അകത്ത്, ഖബറിൻ്റെ മുകളിലാണല്ലോ, അവിടെ ഖബറുള്ളത് അറിയൂലായിരുന്നു, അങ്ങനെയാണ് അവിടെ തമ്പടിച്ചത്. അപ്പോൾ ഖബറിന്ന് തബാറക സൂറത്ത് ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിവരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വഹാബി വര്യൻ അറിയിക്കണം. ഹബീബായ തങ്ങളോട് പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഞാൻ എൻ്റെ വിശ്രമത്തിന് വേണ്ടിയിട്ട് അറിയാതൊരു ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു, അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിലാണ് അതിൻ്റെ ഉള്ളിലും സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേൾക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് തടയുന്ന സൂറത്താണത്, അത് ഖബറിലെ ശിക്ഷയെ തൊട്ട് തടയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ സൂറത്തിന് മുൻജിയത്ത് എന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു പേര് മനസ്സിലായില്ലേ? മുൻജിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തടയുന്നത്, രക്ഷപ്പെടുത്തുന്നത് എന്നാണ് അർത്ഥം. തൗറാത്തിൽ ഈ സൂറത്തിൻ്റെ പേരെന്താണെന്നറിയോ? മാനിയാത്ത് എന്നാ. മാനിയത്തിനാ തടയുന്നത് എന്നാ. ഇഞ്ചിലിൽ ഈ സൂറത്തിൻ്റെ പേരെന്താണ്? വാക്കിയത്ത്, കാവലാകുന്നത് എന്നർത്ഥത്തിനാണ്. ഇതിന് മുജാദല എന്നുള്ള പേരുണ്ട്. ഈ ഒരു പേരാണ് യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാരണം ഉണ്ടായിരുന്നു, ആ കാരണവുമായി ബന്ധപ്പെട്ട പേര് ഈ ഒരു പേരാണ്. അപ്പോൾ ഒരുപാട് പേരുകൾ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കുക എന്നുള്ളത്, ഒരുപാട് നാമങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ സൂറത്ത് അത്രമേൽ സവിശേഷമേറിയതാണ് എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മുജാദല എന്നുള്ള പേര് വരാൻ കാരണം? അള്ളാഹുവിനോട് ഇത് ഓതുന്നവന് വേണ്ടി തർക്കിക്കുന്നത് കൊണ്ട്, വാദിക്കുന്നത് കൊണ്ട് സൂറത്തുൽ മുജാദല എന്നുള്ള പേരുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. ഈ സൂറത്തിലെ 14-ാമത്തെ ആയത്താണ് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. കേട്ടിട്ടില്ലേ? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഈ ആയത്ത് രോഗങ്ങൾ സുഖപ്പെടാനും ആഫത്തുകളെ തൊട്ട് തടയാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും വലിയ സ്ഥാനങ്ങൾ ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും കടങ്ങൾ വീടാനും ഒക്കെ വളരെയധികം ഫലപ്രദമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തബാറകയിൽ എത്ര ആയത്തുകളുള്ളതെന്നറിയോ? 30 ആയത്തുകളുള്ളത്. എത്ര വാക്കുകളുണ്ടെന്നറിയോ? 333 വാക്കുകളാണുള്ളത്. എത്ര അക്ഷരങ്ങൾ തബാറക്കയിലുണ്ടെന്നറിയോ? 1321 അക്ഷരങ്ങളാണുള്ളത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയോ? തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പോൾ നോക്കൂ, സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെട്ട് ഇത്രമേൽ സവിശേഷതയും മഹത്വമൊക്കെ ഉണ്ട്. നമ്മൾക്ക് ദർസ് പഠിക്കുന്ന കാലയളവിൽ നമുക്കൊരു ഓൾ കേരള ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തഫ്സീറൊക്കെ ഓതുന്ന സമയത്ത്. എന്താണ് ഓൾ കേരള ടെസ്റ്റ്? ആ ടെസ്റ്റിൽ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിക്കാം. അപ്പോൾ തഫ്സീറുർ റാസി, അതേപോലെ തന്നെ തഫ്സീറുൽ ഖുർത്തുബി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളും ഫുള്ളും പഠിച്ച് കൃത്യമായി ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു അവസരം. അതുകൊണ്ട് വലിയ നേട്ടമുണ്ടായി.
നമ്മൾ ഒട്ടുമിക്ക തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലും ഈ ആയത്തിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാനുള്ള ഒരവസരം അത് കാരണമായിട്ട് ലഭിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതുമായി ബന്ധപ്പെട്ട് അതുമ ചുറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കലുണ്ട്. ഇതൊരു സൂറത്തിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ള അവസരം കിട്ടി. എന്തുകൊണ്ട് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. തബാറക്ക് അങ്ങനെ ഓതുമ്പോൾ അങ്ങനെയാണല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹു ഈസ് ദ ബെസ്റ്റ് പെർഫോമർ, ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി ഇബാദത്ത് ചെയ്യുന്നതെന്ന് അമൽ ചെയ്യുന്നതെന്ന് റബ്ബിനെ പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതവും മരണമൊക്കെ ഇവിടെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ ജനനം കഴിഞ്ഞിട്ടല്ല മരണം. അപ്പോൾ ആദ്യം പറയേണ്ടത് ഏതിനെയാണ്? ജനനത്തിനല്ലേ പറയേണ്ടത്. അപ്പോൾ അവിടെ ആദ്യം ജനനത്തിനെ പറയാതെ മരണത്തിനെ പറഞ്ഞു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, എന്നിട്ടാണ് ജീവിതത്തിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ പറഞ്ഞെടുത്ത് മുഫസ്സിരിങ്ങൾ വളരെ രസകരമായ പല സംഭവങ്ങളും പറഞ്ഞു. ഒക്കെ അന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ തബാറക സൂറത്തിലെ ആയത്ത് വളരെ പവർഫുള്ളാണ്. രാത്രിയിലോ പകലോ ഇത് ഓതുന്നതിനെ പതിവാക്കിയാൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുന്നതാണ്. ഖബറാളികൾ നിസ്കരിക്കും, ഖുർആൻ ഓതും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഇക്രിമ റളിയല്ലാഹു അൻഹു തൊട്ട് സുയൂത്തി ഇമാമും പറയുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യന് ഖബറിൽ മുസഹഫിന് നൽകപ്പെടും എന്നുള്ളത് തഫ്സീർ റൂഹുൽ ബയാനിലുണ്ടത്. അപ്പോൾ ഓരോ സൂറത്തിൻ്റെയും അതിൻ്റെ മഹത്വമൊക്കെ കിടക്കുന്നത് ചിലപ്പോൾ അവസാന ഭാഗത്തായിരിക്കും, ചിലപ്പോൾ ആദ്യ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ സെൻട്രലായിരിക്കും. അതിന് പേര് വരാൻ കാരണമായത് ഏതെങ്കിലും ഒരു പദമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ സൂറത്തു യാസീനിൻ്റെ രഹസ്യങ്ങളും പൊരുളുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അവസാന ഭാഗത്താണ്. എന്നാൽ തബാറക സൂറത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുന്നത്, അതിൻ്റെ രഹസ്യം നിഗൂഢതയൊക്കെ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ആദ്യ ഭാഗത്താണ്. ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ അതിൽ വിവരിച്ച സൽഗുണങ്ങളെല്ലാം അയാളിൽ സമ്മേളിക്കും, ഉന്നതമായ സ്ഥാനം ലഭിക്കും, ഉന്നതമായ മർത്തബകളിലെത്തും, സാമ്പത്തികമായിട്ട് ഒരുപാട് പുരോഗതി ഉണ്ടാകും, എല്ലാവർക്കും അയാൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ്റെ പ്രകൃതി എത്തിക്കിട്ടും. അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതിനെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഖബറാളികൾ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. ഒരു വലിയ മഹാൻ, ആ മഹാൻ്റെ മകള് 2 വയസ്സുള്ള സമയത്ത് മരണപ്പെട്ടു പോയി. അങ്ങനെ സ്വപ്നത്തിൽ കാണുമ്പോൾ ചോദിക്കുന്നു, ഖുർആൻ ഓതി കൊടുക്കുന്നു മോള്, ഒരായത്ത് ഓതി കൊടുക്കുന്നു. ആ ആയത്ത് ഏതാണെന്നുണ്ട് കേട്ടോ, ആയത്ത് ഓതി കൊടുക്കുമ്പോൾ ഈ ആയത്ത് എങ്ങനെ പഠിച്ചു, 2 വയസ്സിൽ മരണപ്പെട്ട മോൾ എങ്ങനെ പഠിച്ചു എന്ന് അത്ഭുതപരതന്ത്രയായി നിൽക്കുമ്പോഴാണ് മറുപടി കൊടുക്കുന്നത്, ഇത് ഇവിടെ സമീപത്തുള്ള ഖബറിൽ നിന്നൊക്കെ ഓത്ത് കേട്ട് പഠിച്ചതാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഖബറാളികൾ ആ രൂപത്തിലേക്ക് എത്തും. അള്ളാഹു നമ്മുടെ ഖബറൊക്കെ അങ്ങനെ ആക്കി തരട്ടെ അല്ലേ. നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നതിന് എന്തെല്ലാം ആവശ്യമില്ലാത്ത എത്രയോ വീഡിയോസുകളുണ്ടല്ലേ, അതൊക്കെ കേട്ടിരുന്നാൽ പോരെ. എന്തിനിത് കേട്ടുകൊണ്ടിരിക്കുന്നു? നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു അല്ലേ. ഇത് കേൾക്കുമ്പോൾ എന്നും തബാറക സൂറത്ത് ഓതുന്നവർക്ക് സന്തോഷമില്ലാണ്ടിരിക്കുമോ? അള്ളാഹു നമുക്കൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.